ഇനി നമുക്ക് ഓൾജിബ്രയിൽ ഒരു ചോദ്യം ചെയ്താലോ. ഒരു മുറിയുടെ നീളം വീതിയുടെ 3 മടങ്ങാണ്. ആ മുറിയുടെ ചുറ്റളവ് 120 മീറ്റർ ആണെങ്കിൽ വിസ്തീർണം എത്ര? വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, ഈ മൂന്നും ഒന്ന് തന്നെയാണ്. ഇപ്പൊ പരപ്പളവ് എന്ന് പറഞ്ഞാലും വിസ്തീർണം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? മുറിയുടെ വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. 3 മടങ്ങ് എന്താണ്? വീതിയുടെ 3 മടങ്ങാണ് നീളം എന്ന് പറഞ്ഞു. അപ്പൊ ചെറുതേതാ? വീതിയാണല്ലോ. അപ്പൊ വീതിക്ക് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. വീതി സമ എക്സ്. അങ്ങനെയാണെങ്കിൽ നീളം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? വീതിയുടെ 3 മടങ്ങ്. 3 മടങ്ങ് എന്ന് പറയുന്നത് 3 ഗുണം എക്സ് ആണ് ചെയ്യേണ്ടത്. 3 പ്ലസ് എക്സ് അല്ല, 3x ആണ് നീളം എന്ന് പറയുന്നത്. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് 120 എന്താണ്? ചുറ്റളവാണ്. അപ്പൊ ചുറ്റളവ് എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? ചുറ്റളവ് സമം 2 × L + B. അതായത് 2 ഗുണം നീളം അധികം വീതിയാണ് ചുറ്റളവ്. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. 2 ഗുണം നീളം എന്ന് പറയുന്നത് 3x പ്ലസ് വീതി എന്ന് പറയുന്നത് എക്സ് സമം എത്ര എന്ന് പറയുന്നുണ്ട്? 120 ആണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇനി നോക്കി, 2 ഗുണം ബ്രാക്കറ്റിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൽ 3x 1x കൂടെ കൂട്ടി 4x സമം 120. ഇനി 2 ഗുണം 4x 8x സമം 120. അങ്ങനെയാണെങ്കിൽ ഒരു x എത്ര ആയിരിക്കും? 120. ഈ 8നെ ഇവിടെ കൊണ്ടുവന്ന് ഡിവിഷൻ ചെയ്യുക. 120/8 സമം എത്രയാണ്? 15 നമുക്ക് കിട്ടും. അപ്പൊ എക്സിന്റെ വില നമുക്ക് കിട്ടി 15. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വിസ്തീർണമാണ് കണ്ടുപിടിക്കേണ്ടത്. നീളവും വീതിയും ഉള്ളതുകൊണ്ട് ഇതെന്തോ ഒരു ചതുര ഷേപ്പിലാണല്ലോ ഈ മുറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വീതി എക്സ് ആണ്, എക്സിന്റെ വില 15. അപ്പൊ വീതി എന്ന് പറഞ്ഞാൽ 15 ആണെന്ന് കിട്ടി. നീളം 3x ആണ് എന്ന് വെച്ചാൽ എന്താണ്? 3 ഗുണം 15 എത്ര ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? 5 4 45 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 45 നീളം കിട്ടി, 45 മീറ്റർ, വീതി 15 മീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിസ്തീർണം വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് L × B ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 15 × 45 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. 15 × 45 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 675 ആണ്. 675 മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരം.